നമുക്കൊരു കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 250 കുമ്പളങ്ങ ഞാൻ നൈസായി അരിഞ്ഞ് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം വളരെ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം കുമ്പളങ്ങ അധികം വേവില്ല, അതേസമയം അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി വെള്ളം അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഇനി ഒരു നാളികേരമാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. ഒരു ചെറു കഷ്ണം ഇഞ്ചി, 2 ചെറുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് വേപ്പില. അപ്പോൾ ഓരോരുത്തരും ഇതിനനുസരിച്ചാണ്, എരിവിനനുസരിച്ചാണ് മുളകൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ തീരെ വെള്ളമില്ലാണ്ട് അരയ്ക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ പിന്നെ ചേർക്കേണ്ടതാണ് കടുക്. അത് മസ്റ്റാണ്. പച്ചടിയിലേക്ക് കടുക് എന്തായാലും വേണം. പിന്നെ 2 മണി ജീരകം ഞാനിടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കടുക് എന്തായാലും നമ്മളിടണം. അപ്പോൾ അങ്ങനെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവരാറ്. പിന്നെ തൈര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ കുമ്പളങ്ങ എത്രയും വെള്ളം ഇരുന്നോട്ടെ, അതെന്തായാലും ഉണ്ടാവും ലേശം വെള്ളം. പിന്നെ ഇതൊക്കെ കുറുതായി വരും, നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് അരച്ച് കൊണ്ടുവന്നത് മുഴുവൻ അരിക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ ചെറുതീയിലിട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലാതെ കുറേ ഇട്ട് വേവിക്കരുത്. ചെറുതീയിലിട്ടിട്ട് ഒരു ചെറിയ തള വരുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ്. അതിൽ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ മണം പോണവരെ മാത്രം നമ്മൾ അതിലിടുക. അതിന് ശേഷം നമുക്ക് ആ തൈര് തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇതേപോലെ കുറുതായിരിക്കണം നമ്മുടെ കറി. ഇപ്പോൾ തൈര് ഒഴിക്കുമ്പോഴും അത്രയൊന്നും ഉണ്ടാവില്ല, വളരെ കുറുതായ വളരെ ടേസ്റ്റിയായ. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നമുക്ക് പാകമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തൈര് ഒഴിച്ചാൽ. അപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ ഞാൻ. ഇനി തീ വേണ്ട, നമുക്ക് ഈ ചൂടിൽ ഇരുന്നിട്ട് ആയാൽ മതി. തൈര് അല്ലെങ്കിൽ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇരുന്ന് കുറുതാവും ഇത്. അപ്പോൾ എന്താ ഇങ്ങനെ ഇനി ഇതിനൊരു കാച്ചിൽ ശരിയാക്കാം. അതായത് താളിപ്പ്. അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കരുത്. കാരണം ഇത് നാടൻ കറികളാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രം ഇതിന് ഉപയോഗിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിനൊരു പ്രത്യേക സദ്യ സ്പെഷ്യലാണ് അതൊക്കെ. കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇതിപ്പോൾ ഇളക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ മൂടി ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് തുറന്നാൽ മതി. അപ്പോൾ കറി കുറുതായിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു മണമൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല മണമുള്ള പച്ചടി നമുക്ക് കിട്ടും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള, നല്ല കാണാനും ഭംഗി, അങ്ങനെയുള്ളൊരു പച്ചടി നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.